വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മൾ നുസൈർ മസ്റോവിനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പ്ലെക്റ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബയൺ ന്യൂസുകളുമായി ബന്ധപ്പെട്ട് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഹാമും അതുപോലെ ബയണും തമ്മിൽ 15 മില്യൺ പ്ലസ് 4 മില്യൺ ആഡ് ഓൺ എന്ന് പറയുന്ന ഡീൽ അവർ തമ്മിൽ ഈ പ്ലെയറിന് വേണ്ടിയിട്ട് സെറ്റായി എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏജൻസികൾ തമ്മിൽ അല്ലെങ്കിൽ ഏജൻറ്റ് ക്ലബ്ബുകളും തമ്മിൽ സെറ്റായിട്ടില്ല. പ്ലെയറിന് യുണൈറ്റഡിലേക്ക് പോകാനാണ് താല്പര്യം എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. താല്പര്യപ്പെടാതിരിക്കുമെന്നില്ല, കാരണം നമുക്കറിയാവുന്ന പോലെ മസ്റോവി അയാക്സി കളിച്ചിട്ടുള്ളതാണ് ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ. അപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ അറിയാം. പിന്നെ വെസ്റ്റ് ഹാം യുണൈറ്റഡും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ഏതാണ് ബിഗ്ഗർ ക്ലബ് ഓഫ് കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റോവി നമ്മുടെ യുണൈറ്റഡിലേക്ക് വരാനായിട്ടാണ് ചാഞ്ചാട്ടമുള്ളത്. അതുപോലെ തന്നെ ഡീല് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ പ്ലെക്റ്റൻബർഗ് പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പ്ലെയറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ആദ്യം ലിങ്ക് വന്നിരുന്നു, വെസ്റ്റ് ഹാമിനും യുണൈറ്റഡിനും ഒരേ സമയം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് പിന്നെ വെസ്റ്റ് ഹാമിലേക്ക് പോവുകയാണ് എന്നുള്ള തരത്തിൽ വാർത്ത വന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും വീണ്ടും ഈ വാർത്ത പൊങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റോവിനെ കുറിച്ച് പറയാം. മസ്റോവി റൈറ്റ് ബാക്കാണ്, 26 വയസ്സ്, മൊറോക്കോക്കാരനാണ്. ആക്ച്വലി ജനിച്ചതൊക്കെ നെതർലൻഡ്സിലാണ്. പല മൊറോക്കൻ പ്ലെയേഴ്സിൻ്റെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്കവരും തന്നെ ബെൽജിയത്തിലോ നെതർലൻഡ്സിലൊക്കെ ജനിച്ചവരായിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം കളിക്കുന്നത് മൊറോക്കോയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കളിച്ചിരുന്നു. 6 അടി പൊക്കമുണ്ട്. അത്യാവശ്യം അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ള കാര്യമാണ് ബയൺ ഫാൻസിനോട് ചോദിച്ചത് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലെയറിൻ്റെ കളി എന്നുള്ള കാര്യം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓൺ ദി ബോൾ എബിലിറ്റിയൊക്കെയുള്ള നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഫിസിക്കലി ആളിത്തിരി മോശമാണ്. ഫിസിക്കലി എന്ന് പറയുമ്പോൾ ഇഞ്ചുറിയുടെ കാര്യത്തിലേക്കും കൂടി കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യത്തിലേക്ക് വരുമ്പോഴും ആളിത്തിരി മോശമാണ്. അപ്പോൾ അത്യാവശ്യം ഏരിയയിലേക്ക് നന്നായിട്ട് ഡ്യുവൽസൊക്കെ വിൻ ചെയ്യും. ഇപ്പോൾ നമ്മുടെ വാൻ ബിസാക്കയുടെ പ്രശ്നം നമുക്കറിയാം. വാൻ ബിസാക്ക അത്യാവശ്യം ഫിസിക്കലും സൈസൊക്കെ ഉള്ള പ്ലെയർ ആണെങ്കിലും ഏരിയയിലേക്ക് വരുമ്പോൾ വളരെ മോശമാണ്. അതുപോലെ തന്നെ പാസ് കൊടുക്കുന്ന കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇൻ്റലിജൻ്റായിട്ട് പാസ് വെക്കുന്ന ഒരാളാണ്. വെറുതെ ആവശ്യമില്ലാതെ ക്രോസ് ഇടുക. അപ്പോൾ എന്താണോ ഗെയിമിൽ എന്താണോ ആവശ്യം, അങ്ങനത്തെ ഫുട്ബോൾ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കളിക്കുന്ന പ്ലെയറാണ്. വളരെ സിമ്പിളായിട്ട് പറയാം. അതുപോലെ പൊസിഷൻ വെറുതെ കയ്യിൽ നിന്ന് പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ ആക്ച്വലി ഐ ആം മൂഡ് എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡാലോട്ട് നല്ല സീസൺ ആയിരുന്നു. പക്ഷേ ഡാലോട്ടിൻ്റെയൊക്കെ ക്രോസും അതുപോലെ തന്നെ പാസിംഗ് ഒക്കെ നമുക്ക് പലപ്പോഴും അതൊരു ഇൻ്റലിജൻസ് ഇല്ലാത്ത കളി പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഒരു സ്ഥലത്തേക്ക് മസ്റോവി വന്നു കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ടുള്ളൊരു മെച്ചപ്പെടൽ ഉണ്ടാവും. മാത്രമല്ല ഈ പറയുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായിട്ടുള്ള ഫീസൊന്നുമല്ല, വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഫീസാണ്. പക്ഷേ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇഞ്ചുറി റെക്കോർഡ് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ആളുടെ ഇഞ്ചുറി റെക്കോർഡ് നമുക്കൊന്ന് നോക്കാം. ഈ കഴിഞ്ഞ സീസൺ തന്നെ 1, 2, 3, 4, 5 തവണ ഇഞ്ചുറി ആയിട്ടുണ്ട്. അതും ഏകദേശം ഒരു 2 മാസത്തിനടുത്ത് ഇഞ്ചുറി ആയിട്ടുണ്ടെന്ന് പറയാം. അത് മസിലിനാണ് കൂടുതൽ ഇഞ്ചുറി വരുന്നത്. അപ്പോൾ അവസാനം വന്നൊരു ഇഞ്ചുറി എന്ന് പറയുന്നത് ഫെബ്രുവരി തൊട്ട് മാർച്ച് ഒരു ഇഞ്ചുറി ആയിരുന്നു, 28 ദിവസം. അത് മസിൽ ഫൈബറിന് പറ്റിയ ഇഞ്ചുറി ആയിരുന്നു. പിന്നെ അതിന് മുമ്പ് ഫിറ്റ്നസ് പ്രശ്നമായിരുന്നു, അത് ഒരു കളി മിസ്സാക്കി. പിന്നെ വീണ്ടും ടോൺ മസിൽ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചുറി വന്നു, അതും 10 കളിയോളം മിസ്സാക്കി. പിന്നെ അതൊന്നും വലിയ ഇഞ്ചുറി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മസ്കുലാർ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ മസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു 10, 12, 17 കളികൾ കഴിഞ്ഞ സീസണിൽ മിസ്സായിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് ഒരു തവണ ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൂടുതൽ നോക്കിയപ്പോൾ എന്താ ഇൻഫ്ലമേഷനാണെന്ന് നോക്കിയപ്പോൾ അത് കണ്ടത് ഹാർട്ടിനുള്ളൊരു പ്രശ്നമാണെന്നാണ്. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് ബാധിച്ചതിന് ശേഷം വന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇൻഫ്ലമേഷൻ വന്നത്, നീർക്കെട്ട് വന്നതാണ് ഹാർട്ടിൽ. അപ്പോൾ അങ്ങനെ പ്രശ്നം കാരണം ഏകദേശം 10 കളിയോളം മിസ്സായി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് മുമ്പത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളല്ല. അപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് ആ ഇൻഫ്ലമേഷന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മസിൽ ഇഞ്ചുറികളൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത്. അത്ര ഭീകരമായിട്ടുള്ള ഇഞ്ചുറികളൊന്നും കാണുന്നില്ല, പക്ഷെ എന്നാലും മസിൽ ഇഞ്ചുറികളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. അത് എത്രത്തോളം ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായും അത് മെഡിക്കൽ ടീമിൻ്റെയൊക്കെ കഴിവ് പോലെ ഇരിക്കും. മസ്റോവിൻ്റെ കാര്യം ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറായിട്ട് തന്നെയാണ് ബയൺ മ്യൂണിക്ക് ആരാധകർ പറയുന്നത്. അവരാണ് സ്ഥിരം കളി കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കുറച്ച് നല്ല ഡീലായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പലരും ഇതത്ര താല്പര്യമില്ല, കാരണം ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ഡാലോട്ട് ആ ഒരു സൈഡിലുള്ളതുകൊണ്ട് തന്നെ ഡാലോട്ട് മസ്റോവ് മാറി മാറി കളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു അറ്റാക്കിംഗ് മൈൻഡഡ് സ്റ്റൈലിലേക്ക് പോവുകയാണ്.
നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ അവസാന മിനിറ്റ് നമുക്കൊരു ബോളൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് മസ്റാവിനെ ഇറക്കി വിടുകയാണെങ്കിൽ മുപ്പര് റൈറ്റ് വിങ് ബാക്കായിട്ടൊക്കെ കളിച്ചോളും. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയൺ ഒഴിവാക്കാനുള്ള മറ്റൊരു ഫാക്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബറിൽ പുള്ളിക്കാരൻ പ്രോ പലസ്തീന് അനുകൂലമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് അത്ര നല്ല രീതിയിലല്ല ബയണിലും അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ സ്വീകരിക്കപ്പെട്ടത്. വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഏതൊക്കെയോ MP-മാരോ ബുണ്ടസ്ലീഗ ബോർഡിലുള്ളവരോ അങ്ങനെ ആൾക്കാരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നു. അതിനുശേഷം ഇവന് മാപ്പ് പറയേണ്ടി വന്നു. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു വിധത്തിൽ തടി ഊരിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു റീസൺ ഇതിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇൻറ്റേർണലി ഇവനെ പുറത്താക്കണം എന്നുള്ള തരത്തിലുള്ളൊരു ഐഡിയ വന്നത് അതാണ്. അപ്പോൾ അങ്ങനെയാണ് മസ്റാവിനെ ഒഴിവാക്കാൻ നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഗ്ലേസേഴ്സാണ്. അവർ ജൂയിഷാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടോ ഈ കാര്യത്തെക്കുറിച്ച് ഐ ഡോണ്ട് നോ. അവരെങ്ങനെയാണ് എൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ടോ എന്ന് പോലെ അറിയില്ല. ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ഇതും അവരുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെടുമോ എന്നുള്ള കാര്യം അറിയില്ല. അതുപോലെ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യമാണ്, വാൻ ബിസാക്ക പോയാലാണ് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് സ്പേസ് വരുള്ളൂ. ഇപ്പോൾ അവിടെ 3 പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒട്ടും ആവശ്യമില്ല. വാൻ ബിസാക്കയുടെ മൈൻഡിൽ വെസ്റ്റ് ഹാമിലേക്ക് പോകാൻ താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞത് വെസ്റ്റ് ഹാമിനെ അപ്രോച്ച് ചെയ്തതാണ്, പക്ഷേ വാൻ ബിസാക്കി വെസ്റ്റ് ഹാമിലേക്ക് പോകാൻ താല്പര്യമില്ല. അവന് ഇൻ്ററിലേക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻ്ററും യുണൈറ്റഡും തമ്മിൽ ഡംഫ്രീസിൻ്റെ ഒരു സ്വാപ്പ് ഡീലിനെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി ദൂരെയാണ് ആ ഒരു ഡീൽ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. യുണൈറ്റഡിന് ഡംഫ്രീസ് താല്പര്യമുണ്ട്. അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഈ പറയുന്ന പോലെ മസ്റാവിയുടെ വാർത്ത വീണ്ടും വന്നത്. ഇപ്പം എങ്ങനെയാലും വാൻ ബിസാക്ക പോവാതെ രക്ഷയില്ല എന്നുള്ളത് തന്നെയാണ്. വാൻ ബിസാക്കയോട് ആരെങ്കിലും ഒരാൾ പോകണം. വാൻ ബിസാക്കനെ കൊണ്ട് ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം 2 ഫൈനലുകളിൽ നമ്മൾ റീസെൻ്റ്ലി കളിച്ച ന്യൂകാസിലിനെതിരാണെങ്കിലും കഴിഞ്ഞ മാൻ സിറ്റിക്കെതിരാനുള്ള ഫൈനലുകളിലും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെ ഡിഫെൻസീവായിട്ട് കളിക്കുമ്പോൾ വാൻ ബിസാക്കയുടെ ഉപയോഗമുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ ഫുൾ സീസൺ കളിക്കുമ്പോൾ വാൻ ബിസാക്കയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ്. ഓൺ ദി ബോളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര പെടപ്പാണ്, അതുപോലെ ടെൻഷനൊക്കെയാണ് മുഖത്ത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മസ്റാവി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.